ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരികയാണ്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള സമര പരിപാടികളിലേക്കാണ് ഡ്രൈവിംഗ് തൊഴിലാളി യൂണിയനുകളിലൊക്കെ കടക്കുന്നത്. എല്ലാ തൊഴിലാളി യൂണിയനുകളും സംയുക്തമായി സമരം ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുലേഖ, എന്തൊക്കെയാണ് ഡ്രൈവിംഗ് തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം? ഈ സർക്കുലർ പിൻവലിക്കണമെന്ന ഒരു പ്രധാന ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ അവർ ഉന്നയിക്കുകയുണ്ടായി. പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് പ്രധാന ആവശ്യം? ഈ സർക്കുലറുമായി മുന്നോട്ട് പോകാൻ, അതായത് റോഡ് ടെസ്റ്റിന് മുൻപേ ടെസ്റ്റിന് മുൻപേ റോഡ് ടെസ്റ്റ് എടുക്കണമെന്ന തരത്തിലുള്ള പരിഷ്കരണങ്ങളാണ് വരാനിരിക്കുന്നത്. ഈ പരിഷ്കരണങ്ങളുമായി മുന്നോട്ട് തന്നെ പോവുകയാണോ? തീർച്ചയായും വിനീഷ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ പുതുക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നിർദ്ദേശപ്രകാരം പുതുക്കിയ മാർഗനിർദ്ദേശപ്രകാരമുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പുനരാരംഭിച്ചപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ഒരു പരിഷ്കരണത്തിൽ പ്രതിദിന 30 ലൈസൻസ് പരീക്ഷകൾ, 8 പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്ക് ഉണ്ടാക്കി, പുതിയ ടെസ്റ്റ്, അതിനൊപ്പം തന്നെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയവാണ് പരിഷ്കരണ നിർദ്ദേശം. ഇതിനെതിരെയാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം ഇന്നലെ മുതൽ ഉണ്ടായിരുന്നത്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്നത് ഡ്രൈവിംഗ് പരിശീലനം, ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന സമയത്തും ഇന്നാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത്. ആ സമയത്തും ഈ ഇത്തരത്തിലുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം തുടരുകയാണ്. സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് CIT അടക്കമുള്ള സംഘടനകളുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇത് പിൻവലിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നുകൂടി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നുണ്ട്. പരിഷ്കരണം വന്നത് മുതലേ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഇത്തരത്തിൽ ഇവരുടെ നിലപാട് എന്ന് പറയുന്നത് ഇത്തരത്തിൽ സർക്കുലർ പൂർണ്ണമായും പിൻവലിക്കണം എന്നത് തന്നെയായിരുന്നു. പ്രതിദിന ടെസ്റ്റ് 60 ആക്കിയും പുതിയ ട്രാക്ക് ഒരുക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ CITന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സർക്കുലർ പിൻവലിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ മുട്ടത്തറയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുട്ടത്തറ MVDയുടെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. നിലവിൽ ഇന്ന് 60 പേരാണ് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ 6 പേർക്ക് മാത്രമുള്ള ഒരു സൗകര്യം, 6 പേർ മാത്രമാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പേര് വിളിച്ചിട്ടുള്ളത്. പക്ഷെ ഇവരാരും തന്നെ ഇവിടെ എത്തിയിരുന്നില്ല. പക്ഷെ അല്പം മുൻപ് ഇത്തരത്തിൽ ഒരു പ്രായമായ സ്ത്രീ ഇവിടെ എത്തിയിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനായി. അവര് നിലവിൽ അകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സ്ഥലത്ത് ഈ ഡ്രൈവിംഗ് സുലേഖയാണ് വിശദാംശങ്ങൾ നൽകി വരുന്നത്. മുട്ടത്തറ ഡ്രൈവിംഗ് ഗ്രൗണ്ടിലും പരിശീലന കേന്ദ്രത്തിലാണ് ഇപ്പോൾ സുലേഖ ശശികുമാർ ഉള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഡ്രൈവിംഗ് തൊഴിലാളി യൂണിയന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇന്നു മുതൽ സംസ്ഥാനത്തിൽ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച ടെസ്റ്റിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം പ്രാബല്യത്തിൽ വരികയാണ്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഗതാഗത വകുപ്പ് വെച്ചിട്ടുണ്ട്. ഈ ഒരു മാർഗനിർദ്ദേശങ്ങളെല്ലാം റോഡ് ടെസ്റ്റ്, ഓൺ റോഡ് ടെസ്റ്റ്, എഴുതുന്നതും എഴുതുന്നതും അടക്കമുള്ള കാര്യങ്ങളിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ, പുതുക്കിയ പരിഷ്കാരങ്ങൾ ഇന്ന് പ്രാബല്യത്തിൽ വരികയാണ്. ഈ പരിഷ്കാരങ്ങൾ അടങ്ങിയ സർക്കുലർ പിൻവലിക്കണം എന്നാണ് മോട്ടോർ തൊഴിലാളി യൂണിയൻ്റെ, ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ്റെ തൊഴിലാളികളുടെ ഒക്കെ പ്രധാന ആവശ്യം. ഈ ആവശ്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് എല്ലാ യൂണിയനുകളും സംയുക്തമായി ഇന്നു മുതൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണ്. സർക്കുലർ മൊത്തമായും തന്നെ പിൻവലിക്കണം. ദിവസത്തിൽ 60 ഡ്രൈവിംഗ് ടെസ്റ്റും വരെ ഉള്ള ടെസ്റ്റുകൾ മാത്രമേ ഇനി പാടുള്ളൂ എന്നതടക്കമുള്ള നിരവധി മാനദണ്ഡങ്ങൾ, മാർഗനിർദ്ദേശങ്ങളാണ് പുതുക്കിയ ടെസ്റ്റ് മാനുവലിലുള്ളത്. ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. റോഡ് ടെസ്റ്റ് ആദ്യം എടുക്കുക, ഈ ടെസ്റ്റ് എടുക്കുന്നതിന് മുൻപ് തന്നെ റോഡ് ടെസ്റ്റ് എടുക്കുക, കയറുമ്പോൾ പാലിക്കേണ്ട, അതായത് വണ്ടി ഓടിക്കുമ്പോൾ കയറുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളിൽ ഈ റോഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ പുതിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ട്. ഈ പരിഷ്കാരങ്ങളെല്ലാം തന്നെ പിൻവലിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെടുന്നത്. സർക്കുലർ മൊത്തമായും പിൻവലിക്കണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വിവിധ തൊഴിലാളി യൂണിയനുകൾ പ്രത്യക്ഷ സമരത്തിലേക്ക്, സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നു. സുലേഖ ശശികുമാർ തുടരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. സുലേഖ,
നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ പുതുക്കിയ പരിഷ്കാരങ്ങളെല്ലാം തന്നെ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ഇന്ന് മുതൽ പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഒരു നടപടിയാണോ ഇപ്പോഴുള്ളത്, അതല്ലെങ്കിൽ ഭാഗികമായി ഈ മാർഗനിർദ്ദേശങ്ങളിൽ ഒരു ഉറപ്പ് വരുന്നത് വരെ, പരിഷ്കരണം വരുന്നത് വരെ ഭാഗികമായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചും ബാക്കിയുള്ളവ പഴയ പടിയും പോകാനാണോ ഒരു നടപടി? ഇപ്പോൾ നിലവിൽ എന്താണ് അവിടെ മുട്ടത്തറയിൽ റോഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ പുതിയൊരു ഉത്തരവ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഉത്തരവ് പ്രകാരമായിരിക്കും ഇന്ന് നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും MVD ഉദ്യോഗസ്ഥരും നമ്മളോട് പ്രതികരിച്ചതും അത്തരത്തിലാണ്. ഈ ഉത്തരവിൽ പറയുന്നത് റോഡ് ടെസ്റ്റിന് മുൻപ് റോഡ് ടെസ്റ്റിന് ശേഷമാകും ഇത്തരത്തിൽ 8 ടെസ്റ്റ് അനുവദിക്കുക എന്നതാണ് ഈ ഉത്തരവിലെ പ്രധാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞത്. ഇത് പൂർണ്ണമായും ഒഴിവാക്കണം. ഇത്തരത്തിൽ ഉത്തരവ് പൂർണ്ണമായും റദ്ദ് ചെയ്തുകൊണ്ട് മറ്റൊരു ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അനുവദിക്കൂ എന്നതാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കൃത്യമായും CIT അടക്കമുള്ള സംഘടനകളാണ് ഈ സമരത്തിന് മുന്നിലുള്ളത് എന്നത് തന്നെ നമുക്ക് പറയാൻ കഴിയും. 60 ടെസ്റ്റുകൾ നടത്താമെന്നാണ് നിർദ്ദേശം നൽകിയതെങ്കിലും ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് നിലവിൽ വന്നിട്ടില്ല എന്നത് തന്നെയാണ്. 15 വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് അനുവദിക്കില്ല. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽ ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും അനുവദിക്കില്ല. ടെസ്റ്റ് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനുള്ള ഡാഷ്ബോർഡ് ക്യാമറയും ഒപ്പം വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ശരി സുലേഖ, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംസ്ഥാനത്ത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മുട്ടത്തറയിൽ ഇത് സംബന്ധിച്ച് ഡ്രൈവിംഗ് തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടിയും നടക്കുന്നു. പ്രതിഷേധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് സുലേഖ ശശികുമാർ പങ്കുവച്ചത്.